ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഒരു വിഘ്നേഷ് എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇതുപോലെ വിധവകളെക്കുറിച്ചും അതുപോലെ തന്നെ വിധവകൾ ഭർത്താവിൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വിഘ്നേഷ് ആവശ്യപ്പെട്ട ആ വീഡിയോ ആണ് ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വിഘ്നേഷ് എന്ന് പറയുന്ന ഐഡിയയിൽ നിന്ന് വന്ന വ്യക്തിക്ക് മാത്രമല്ല പലർക്കും ഇതൊരു ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ആകുമെങ്കിൽ എൻ്റെ ചെറിയ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വീഡിയോ ഫ്രീ ടൈം കിട്ടുമ്പോഴെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ വിധവകൾ എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ച് റീമാരേജ് ചെയ്യാതെ ജീവിക്കുന്നവരെയാണ് നമ്മൾ സ്വാഭാവികമായി വിധവകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ വിധവകൾ എന്ന് പറയുന്നവരോട് സമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് ഇപ്പോൾ ഭർത്താവ് മരിച്ചുപോയി, മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ നോക്കാൻ വേണ്ടി ആ ഒരു വീട്ടമ്മയ്ക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. അതേസമയം മക്കളില്ല, ന്യൂലി മാരീഡാണ്, പെട്ടെന്ന് നമ്മുടെ ഒരു പാർട്ട്ണർ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, സ്നേഹിക്കുന്ന പരസ്പരം വിശ്വസിച്ച് ജീവിതം ഒന്ന് ആരംഭിച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് പാർട്ട്ണർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതൊരു വലിയ ഒരു താങ്ങാനാവാത്ത ഒരു വേദനയാണ്. മുന്നിലോട്ട് നോക്കുമ്പോഴും ജീവിക്കാൻ ഒന്നുമില്ല, പുറകോട്ട് നോക്കുമ്പോഴും ഒന്നുമില്ല എന്നുള്ള ഒരവസ്ഥയിലായിരിക്കും അത്തരത്തിലുള്ള ഒരു സ്ത്രീ ഉണ്ടാവുക എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഭർത്താവ് ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളെ സഹായിച്ചും നമ്മളോടൊപ്പം പങ്കുചേർന്ന് ജീവിച്ച ഒരു പാർട്ട്ണർ നഷ്ടപ്പെടുമ്പോഴും ഈ വേദനകൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല. പക്ഷേ ആരും നമുക്കില്ല എന്നുള്ള ഒരു തോന്നൽ കൂടുതലുണ്ടാവുക ഈ മക്കൾ പോലും ഇല്ലാതെ ഭർത്താവ് മരണപ്പെട്ടു പോകുന്ന വിധവകൾക്കാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ തീർത്തും നമ്മൾ ഇപ്പോൾ ആ വിഘ്നേഷ് എന്ന് പറഞ്ഞ ഐഡിയയിൽ ചോദിച്ചതുപോലെ ഇവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ വീട്ടുകാർ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ചോദിച്ചാൽ, ചില അമ്മമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവ് മരിച്ചത് ഈ വന്നു കയറിയ പെൺകുട്ടിയുടെ കുഴപ്പമാണ്, അതുകൊണ്ടാണ്, രാശിയില്ലാത്തവളാണ്, അതൊക്കെ കൊണ്ടാണ് എൻ്റെ മോൻ പെട്ടെന്ന് മരിച്ചു പോയത് എന്നാരോ പണ്ടെപ്പോഴോ പറഞ്ഞു കൊടുത്ത ഒരു കഥയെ ചുറ്റിപ്പറ്റി അവർ കാരണങ്ങളുണ്ടാക്കി ഈ മരുമകളെ ദ്രോഹിക്കുന്ന വീട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല. ഒരാൾ മരിക്കണം എന്നുള്ളത് ജനിക്കുമ്പോൾ തന്നെ ഉള്ള കാര്യമാണ്, അല്ലേ? നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാവുന്ന ഏക സത്യം എന്ന് പറയുന്നത് മരണമാണ്. അപ്പോൾ മരണം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. ആരുടെ ജീവിതവും ഇവിടെ പെർമനൻ്റ് അല്ല എന്നുള്ളത് ഈ പറയുന്നവരും ഈ വീട്ടുകാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നാളെ നമ്മളും ഇവിടെ നിന്ന് മൺമറഞ്ഞു പോകേണ്ടവരാണ്. ശരീരം ഏത് നിമിഷം വേണമെങ്കിലും പ്രാണൻ വെടിയാവുന്ന വെറും ഒരു ഒരു ടൂൾ മാത്രമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭർത്താവ് മരിച്ചു പോയപ്പോൾ മകൻ നഷ്ടപ്പെട്ട ഒരു വേദന ഈ അമ്മയ്ക്ക് എന്തായാലും ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് കാരണക്കാരി വന്നു കയറിയ മരുമകളാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാനോ നമ്മുടെ മനസ്സിൽ പോലും കടന്നുകൂടാനോ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എനിക്കറിയാവുന്ന എൻ്റെ പേഴ്സണൽ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത്. അതുകൊണ്ട് തെറ്റുകളുണ്ടാവാം, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. അതൊക്കെ നിങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ മകൻ്റെ ഭാര്യയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും, അതുപോലെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അമ്മയും അച്ഛനൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരും ഒരു നല്ല സപ്പോർട്ട് ഈ പെൺകുട്ടിക്ക് കൊടുക്കണം, ഈ വീട്ടമ്മയ്ക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന
അവരാഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അവർക്ക് വേണ്ടത് അനുകമ്പയും അതുപോലെ തന്നെ അനുകമ്പ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ അനുകമ്പ എന്ന് പറയുന്നതാണ് കമ്പാഷൻ. അതും നമ്മൾ കൊടുക്കേണ്ട ഒരു സമയമാണിത്. അതായത് ഈ സമയം നിരന്തരമായി നമുക്ക് വന്നതല്ല. ഈ മരണത്തിനെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു ഉത്തരവാദിത്വ ബോധം അവരിലേക്ക് ക്രമേണ മാത്രമേ വരികയുള്ളൂ. ആദ്യത്തെ കുറച്ച് നാളുകളിലൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു വിഷാദമായി മാറാം. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് അവസരം കൊടുക്കാതെ അവരെ എപ്പോഴും ഓരോ ചെറിയ ചെറിയ ജോലികളിൽ നമ്മൾ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ മക്കളുടെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വേദനകളെ നമ്മൾ ഓവർകം ചെയ്യണം. ഈ സമയത്ത് മാനസികമായ ഒരു സപ്പോർട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ വീട്ടമ്മയുടെ അച്ഛനും അമ്മയുടെ ഭാഗത്തു നിന്നും നമ്മൾ ഇറങ്ങുന്ന സമൂഹത്തിൽ നിന്നും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. പിന്നെ ഇതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബൈബിൾ പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഡിഫൻഡറാണ്, അതായത് പരിപാലകനാണ്. വിധവകളെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട മാനസിക പിന്തുണ കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ബൈബിൾ പോലും ആഹ്വാനം ചെയ്യുന്നു. ദൈവം ഫാദർ ഓഫ് ഡിഫൻഡർ എന്നാണ് പറയുന്നത്. അതായത് പിതാവ് പരിപാലകനാണ്. ഇതുപോലുള്ള വിധവകളെ നമ്മൾ ചേർത്ത് നിർത്തണം എന്നാണ് ബൈബിളും ആഹ്വാനം ചെയ്യുന്നത്. അവരെ ഒറ്റപ്പെടുത്താൻ ഒരു കാരണവശാലും പാടില്ല. അവർക്ക് ചെറിയ ചെറിയ ജോലികൾ, ഇപ്പം ഒരു വിധവയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാർക്കും ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ സർക്കാർ ജോലിയൊന്നും അല്ലാത്ത ഒരു ഹസ്ബൻഡിൻ്റെ വൈഫാണ് ഈ വിഡോ എങ്കിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ബേസിക് നീഡ്സാണ്, അല്ലെ പൈസ ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ. അപ്പോൾ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളതൊന്നും ഒരു പിടിയില്ല. അവരുടെ മുന്നിൽ വേദന മാത്രമല്ല, മുന്നോട്ടുള്ള ജീവിതവും കിടക്കുകയാണ്, കുട്ടികളുടെ ഭാവി കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വിഷമിക്കുന്നവരുണ്ട്. ഇപ്പോൾ സർക്കാർ ജോലിയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ആ ഭാര്യയ്ക്ക് കിട്ടുമെന്ന് വെച്ചു. അപ്പോൾ അല്ലാതെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് കിട്ടുന്നത്? അപ്പോൾ അവർക്കൊരു മാനസിക സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ അവരെ കൊണ്ട് ഒരു സ്ത്രീകളും ഞാൻ ഹസ്ബൻഡ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് വിഷാദപ്പെട്ട് കുറച്ച് ആരും വിഷമിക്കാതെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ല. ആർക്കായാലും വിഷമമുണ്ടാകും. അത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ധൈര്യം സംഭരിച്ച് ആത്മവിശ്വാസം സംഭരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ജീവിതം എല്ലാവർക്കും വേദനയും അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ലൈഫ് ഈസ് എ സ്ട്രഗിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. ദൈവം നമുക്ക് തന്ന ആയുസ് മുഴുവൻ ജീവിച്ച് തീർക്കുക എന്നുള്ളത് നമ്മൾ ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ആരും തളർന്നിരിക്കരുത്, എല്ലാവരും മുന്നിലേക്ക് തന്നെ പോവുക. ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ ചിലരെങ്കിലുമൊക്കെ പിന്നീട് ഇവരെ ഒരു ദുശകുനമായും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നവരും വഴക്ക് പറയുന്നവരെയും ഒക്കെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റവും വഴക്കും പറയുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മനോഭാവം നിങ്ങളാരും കൈക്കൊള്ളാൻ പാടില്ല. കാരണം നിങ്ങളുടെ മകൻ്റെ ഭാര്യ എന്ന് പറയുന്നത് മകനോളം ഇമ്പോർട്ടൻ്റ് ആണ്. മകൻ പോയെങ്കിലും മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും നമ്മളോടൊപ്പം ഉള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുക. ഏതെങ്കിലും അമ്മയുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, എൻ്റെ മകൻ മരിച്ചത് എൻ്റെ മരുമകളെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ചിന്ത ഉടനെ മാറ്റുക. അങ്ങനെയുള്ള ചിന്തകൾ വെച്ച് നമ്മളവരെ ദ്രോഹിക്കാൻ പാടില്ല. നമ്മുടെ മകൻ്റെ മക്കൾ നമ്മളോടൊപ്പം ഉള്ളത് മകൻ്റെ പ്രതിരൂപം തന്നെയാണ് മകൻ്റെ മക്കളെന്ന് പറയുന്നത്. ഇനി മക്കളില്ല, ഭാര്യ മാത്രമേ ഉള്ളൂ എന്നിരുന്നാൽ പോലും അവളെ ആ മരുമകളെ ചേർത്ത് പിടിച്ച് അവൾക്ക് വേണ്ട മാനസിക സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൊടുക്കുക. കാരണം ആ കുട്ടിയുടെ ജീവിതം പിന്നെ മുന്നോട്ട് കിടക്കുകയാണല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യമെന്ന് പറയുന്നത് അതാണ്. അത് മനസ്സിലാക്കുക. ഇപ്പോൾ അമ്മയ്ക്ക് വേദനയില്ലെന്നല്ല, മകൻ നഷ്ടപ്പെട്ടു പോയാൽ അമ്മയ്ക്ക് വേദന ഉണ്ടാകും. പക്ഷേ അതിൻ്റെ കാരണം മറ്റൊരാളുമല്ല. മരണം നമുക്കും എനിക്കും നിങ്ങൾക്കും നാളെ ആർക്കും വരാവുന്ന ഒരു സത്യമാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ മക്കളില്ലാത്ത വിധവകളൊക്കെ ആണെങ്കിൽ അവർ
പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ അനുയോജ്യമായ ഒരു ബന്ധം വരുമ്പോൾ അവർ മറ്റൊരു ജീവിതത്തിലേക്ക് അവർക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയും. പക്ഷേ മക്കളുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെ കുറേയേറെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സെക്കൻഡ് മാരേജ് പാർട്ട് 1 and 2 ഡിസ്കസ് ചെയ്തതാണ്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. എത്രയും പെട്ടെന്ന് ജോലിയില്ലാത്ത ഹസ്ബൻഡ് മരിച്ചു പോയ ആരെങ്കിലും ആണെങ്കിൽ അവരവരെ കൊണ്ട് പറ്റുന്ന ചെറിയ ജോലിയിലേക്കെങ്കിലും പെട്ടെന്ന് കയറുക. ആരെങ്കിലും നമ്മളെ പ്രലോഭിപ്പിച്ച് എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ തന്ന് ചതിക്കുഴികളിൽ പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെന്ന് പെട്ടെന്നൊന്നും വീഴാതിരിക്കുക. കാരണം നമ്മുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി നഷ്ടപ്പെട്ട വേദനയിലിരിക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല. അതിന് കുറച്ചൊരു സമയം കൊടുക്കുക. നമ്മൾ സ്വയം ക്യൂറായി വരാൻ, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ ഒരു ഹാപ്പിനെസ്സിലേക്ക് വരാനുള്ള ഒരു സമയം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മുടെ രാമായണത്തിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വാലി എന്ന് പറയുന്ന വാനര രാജാവിൻ്റെ ഭാര്യ താര അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരു സെക്കൻഡ് മാരേജ് ചെയ്യുന്നുണ്ട്. ആരെയാണ്? സുഗ്രീവനെ, അദ്ദേഹത്തിൻ്റെ തൻ്റെ സഹോദരനായ സുഗ്രീവനെ വിവാഹം ചെയ്യുന്നതായി രാമായണം പറയുന്നു. അതുപോലെ തന്നെ വേറെ ആരാണ്? രാവണൻ്റെ വിധവയായ മണ്ഡോദരി പിന്നീട് വിഭീഷണനെ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള, മഹാഭാരതമല്ല രാമായണത്തിലാണ് ഇത് രണ്ടും പ്രതിപാദിച്ചിട്ടുള്ളത്. അതുപോലെ ബുദ്ധൻ്റെ അടുത്ത്, ഗൗതം ബുദ്ധൻ്റെ അടുത്ത് ഒരു വിധവയായ സ്ത്രീ തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, കുഞ്ഞും നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ കുഞ്ഞിനെയെങ്കിലും തിരിച്ചു നൽകണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ബുദ്ധൻ്റെ അടുത്ത് ചെന്നപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പോയി ഈ ഗ്രാമത്തിലെ എവിടെയാണോ ആരും മരണപ്പെട്ടിട്ടില്ലാത്ത ഒരു വീടുള്ളത് അവിടെ നിന്ന് നിങ്ങളുടെ ഒരു കയ്യിൽ കൊള്ളുന്ന അത്രയും കടുകുമണികൾ ശേഖരിച്ചുകൊണ്ട് വരാൻ പറയും. ഈ സ്ത്രീ ആ കുഞ്ഞ് പെട്ടെന്നൊന്നും ആലോചിക്കാതെ ഇങ്ങനെ ആ ഗ്രാമം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു വീട്ടിലും ആരും മരിച്ചു പോകാത്തതായി ആരുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കടുകുമണി ശേഖരിക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ അവരാ യാഥാർത്ഥ്യം മനസ്സിലാക്കി. മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ചൊല്ലി കരയണം. വിഷമം വരും. കരഞ്ഞ് വിലപിച്ചൊക്കെ ഇരിക്കുന്നതിന് ഒരു സമയം, ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. പിന്നെ വിധവയായിട്ടുള്ള സ്ത്രീ പൊട്ടിടാൻ പാടില്ല, വളകളൊന്നും ഇടാൻ പാടില്ല, ഒരുങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ സമൂഹം നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇപ്പോൾ അവർക്ക് ഒരുങ്ങി നടക്കുന്നതാണ്. ഇപ്പോൾ ഹസ്ബൻഡൊക്കെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും കിട്ടിയ ഒരു വസ്ത്രം ഇട്ടുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് കുറച്ച് ഡീസൻ്റായിട്ട് തന്നെ പോകേണ്ടി വരും. അപ്പോൾ തല നല്ല രീതിയിൽ കെട്ടേണ്ടി വരും. ചിലപ്പോൾ ഒന്ന് അത്യാവശ്യം ഫേസൊക്കെ ഒന്ന് നല്ല ഇതാക്കി വെക്കേണ്ടി വരും. നമ്മളൊരു പ്രസൻറ്റബിളായിട്ട് നമുക്ക് പോവേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവരെക്കുറിച്ച് പരദൂഷണവും ഇല്ലാ കഥകളും ഒക്കെ മെനഞ്ഞ് അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി ഏതെങ്കിലും വീട്ടമ്മ ഇതുപോലെ അമ്മായിയമ്മയുടെ വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏൽക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് അവരെ നന്നാക്കാൻ നിന്ന് നമ്മുടെ ജീവിതം കളയാതെ എത്രയും പെട്ടെന്ന് അവിടെ മാറി നിൽക്കുന്ന സ്റ്റെപ്സ് എടുക്കുക. മക്കളെയും കൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒരു ജോലി എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്താൽ നമുക്കൊരു വാടക വീട്ടിലായാലും നിൽക്കാവുന്നതേ ഉള്ളൂ. അത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരവരുടെ ചോയ്സ് അനുസരിച്ച് നിൽക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി എങ്ങനെയെങ്കിലും ജീവിച്ച് കളയാനുള്ളതല്ല എന്ന് ഓരോ വീട്ടമ്മയും ഓരോ പെൺകുട്ടികളും ഓർക്കുക കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരുങ്ങാതെ നടക്കുന്ന ഇതൊക്കെ ഒരു ചോയ്സാണ്. ഇപ്പോൾ എനിക്ക് ഒരുങ്ങണ്ട എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ എനിക്ക് ഒരുങ്ങണ്ട. പക്ഷേ ഒരുങ്ങണം എന്നുള്ളത് ഇഷ്ടമുള്ളവരെ നിങ്ങൾ ഒരുങ്ങണ്ട എന്ന് പറഞ്ഞ് അവരെക്കുറിച്ച് ഇല്ലാ കഥയും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു നടക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഓരോ വേദനയും നമുക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ പഠിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമുക്ക് വരുമ്പോൾ മാത്രം അത് വേദനയും മറ്റുള്ളവർക്ക് വരുമ്പോൾ നമുക്ക് കഥ പറയാനുള്ള ഒരു അവസരവുമായി നമ്മൾ ആരും ഇതിനെടുക്കരുത്. ഈ അമ്മമാർ ഓർക്കുക, ചിലപ്പോൾ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു മരുമകളായിരിക്കും ചിലപ്പോൾ നമുക്ക് വെള്ളം തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഞാനീ പറയുന്നത് ഭർത്താവിനെ
കുടുംബത്തിനെയും നല്ല രീതിയിൽ സ്നേഹിച്ച് എനിക്ക് ജീവിക്കണം, എനിക്കൊരു കുടുംബമായി ജീവിക്കണം എന്ന് അത്യധികമായി ആഗ്രഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരെയും പെൺകുട്ടികളെയും കുറിച്ചാണ്. മറിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ചും ഭർത്താവിനെ ചതിച്ചും വഞ്ചിച്ചും കുടുംബത്തിന് അപമാനമൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെക്കുറിച്ചുള്ളതല്ല എൻ്റെ ഈ ടോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഓരോരുത്തരുടെയും ചോയ്സാണ്, ഒരുങ്ങണോ വേണോ എന്നൊക്കെ ഉള്ളത്. അതിലൊക്കെ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. എനിക്ക് നല്ല പ്രസൻറ്റബിളായി നടക്കുന്നത് തന്നെയാണ് ഇഷ്ടം. എന്തൊക്കെ വേദനയുണ്ടെങ്കിലും അതൊക്കെ മറച്ചു വെച്ച് നല്ല രീതിയിൽ ഒരുങ്ങി നമ്മൾ നടക്കുക. അതിൻ്റെ ഒരു സമയം നമ്മളെടുക്കും അല്ലേ, ആ വേദനയിൽ നിന്നൊക്കെ പുറത്ത് വരാൻ. അത് കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പ് ഒരു കൂതറ ഡ്രസ്സും ഇട്ട് കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, അങ്ങനെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കി വേണം ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത്. ഇത് പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമാക്കാൻ കുറച്ച് പാടാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്പോൾ വിഘ്നേഷിന് ഈ വീഡിയോ ഒരു യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മാനസികവും അല്ലെങ്കിൽ ശാരീരികവും ആയ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഈ അമ്മായിയമ്മയുടെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ തളർന്നു പോയി ജീവിതം ഒടുക്കേണ്ടവരല്ല നിങ്ങൾ എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നതിൽ ഒരാൾ ഏൽപ്പിക്കുന്ന മുറിവുകൾ കൊള്ളാനുള്ളത് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം നമുക്ക് തന്നതാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ക്രിയേഷനിൽ, സൃഷ്ടിയിൽ ഏറ്റവും വിലമതിക്കാനാവാത്ത ശ്രേഷ്ഠമായ ഒരു ജന്മമാണെന്ന് ഓർക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത്തരം ടോക്സിക് ആളുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിൽക്കുക. അല്ല, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർ സ്നേഹത്തോടെ പോകുന്നുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ അമ്മയും ചേർത്ത് പിടിച്ച് മക്കളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഞാനൊരു വിധവയാണ് എന്നുള്ള ചിന്ത ഒരിടത്തും ഒരിക്കലും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ലൈഫിൻ്റെ ഒരു ഫേസ് മാത്രമാണത്. മരണം എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് തിരിച്ചറിയുക. പിന്നെ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു, എന്ത് പറഞ്ഞാലും അതൊന്ന് മലയാളത്തിൽ പറയുക, ഇംഗ്ലീഷ് വാക്കുകൾ കടന്നുകൂടുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാത്തവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ഐഡിയയിൽ നിന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായും ഞാനത് ശ്രദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും തരുന്ന വിലയേറിയ സപ്പോർട്ടിന് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതുപോലെ സാൻഡ്ര എന്ന് പറഞ്ഞ ഒരു ഐഡിയയിൽ നിന്ന് ഒരു മോൾ എനിക്ക് പറഞ്ഞിരുന്നു, അടുക്കളയിൽ എങ്ങനെയാണ് പിന്നെ അടുക്കളയിൽ വാങ്ങുന്ന സാധനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്ത് നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നത്, അടുക്കളയിലേക്കുള്ള സാധനങ്ങളിൽ നിന്ന് മാത്രം എങ്ങനെ സേവ് ചെയ്യാൻ കഴിയും? അതൊരു നല്ല ചോദ്യമായിട്ട് എനിക്ക് തോന്നി. ഉടനെ അതിൻ്റെ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുമല്ലോ. എല്ലാവർക്കും സ്നേഹം. താങ്ക് യു സോ മച്ച്. ലവ് യു. ടേക്ക് കെയർ.